വളരാതെ നിൽക്കുന്ന ഒരു ഇപ്പോൾ ഇതില്ലേ ഈ മഴക്കാലത്തൊക്കെ മുരടിച്ച് നിൽക്കണമെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹെവി ഡൗൺ പോറല്ലേ, ഭയങ്കര മഴ പെയ്ത്താകുന്ന സമയത്ത് ചെടികൾ വളരത്തില്ല, എന്നാൽ പഴുത്ത താഴെ വീഴത്തുമില്ല, ഇങ്ങനെ മുരടിച്ച് നിൽക്കും അല്ലേ. അപ്പോൾ ജൂൺ ജൂലൈ ആഗസ്റ്റൊക്കെ കഴിയുമ്പോൾ മാത്രമേ പിന്നെ പുതിയ ഇലയൊക്കെ വന്ന് വരത്തുള്ളൂ. അപ്പോൾ വളർച്ചയുമില്ല തളർച്ചയുമില്ലാത്ത രീതിയിൽ നിൽക്കും. അപ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല, വളർച്ച ഉണ്ടാകണം. ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. അതാണ് 5:19 പറയണത്, 5:49 പറയണത്. എൻ്റെ സ്വർഗ്ഗസ്ഥനും പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും ഡേ ബൈ ഡേ പരിപൂർണതയിലേക്ക് വളരണം. അപ്പോൾ പരിപൂർണതയ്ക്ക് വളരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എക്സ്ട്രാ ട്രഡീഷണൽ ആക്ടിവിറ്റീസ് വരുന്നത്. എക്സ്ട്രാ ട്രഡീഷണൽ ആക്ടിവിറ്റീസ് ഇപ്പോൾ ഉടമ്പടി അതാണ്, അവിടെയാണ് പ്ലേസ്മെൻറ്റ്. ഉടമ്പടിയിൽ എക്സ്ട്രാ ട്രഡീഷണൽ ആക്ടിവിറ്റീസ് ഉണ്ട്, പാരമ്പര്യത്തേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ആക്ടിവിറ്റി. അതെന്താണെന്ന് പറഞ്ഞാൽ എന്താണ് അത്, എന്താണെന്ന് അത് ചെയ്യാൻ 40 മാർക്കിൻ്റെ ചോദ്യമാണത്. അത് എബിനെ സംബന്ധിച്ചുള്ള അത് ചെയ്യണില്ല. കാര്യം ഇവൻ ഉടമ്പടി എടുത്തിട്ട്, അങ്ങനെ ചെയ്യാത്തൊരു ഉടമ്പടി എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. എബിൻ ഉടമ്പടി എടുത്തതാ. എബിൻ ഇതെല്ലാം കേട്ടിട്ട് ഇതെല്ലാം പരാജയപ്പെട്ടിട്ട് പിന്നെ വന്ന് ഉടമ്പടി എടുത്ത ആളാണ്. ഉടമ്പടി എടുത്തിട്ട് ഈ 2-3 മാസമായിട്ട് വർക്ക് ചെയ്യണില്ല, ആരും വിളിക്കണമില്ല, തിരക്കണമില്ല, CV ചോദിക്കണില്ല, ഇൻ്റർവ്യൂ ഇല്ല, ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവൻ ചോദിച്ചു, ഉടമ്പടി എടുത്തിട്ടും എനിക്കെന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഉടമ്പടി എടുത്തിട്ടും എനിക്കെന്ത് പറ്റി, അതാണ് അവൻ്റെ ചോദ്യം. ഉടമ്പടി എടുത്തിട്ടും എനിക്കെന്ത് പറ്റി, എന്നെ ആരും വിളിക്കണില്ല, എനിക്ക് ഇൻ്റർവ്യൂ ഇല്ല, ഞാൻ പഴയതുപോലെ എന്നെ പോവുകയാണ്. അപ്പോഴവൻ കർത്താവിന് മുമ്പിൽ കരഞ്ഞു, കർത്താവേ എൻ്റെ ജീവിതം പെട്ടുപോയോ, ഞാൻ കുഞ്ഞുനാൾ പോലെ നീയായിട്ട് ജീവിക്കുന്ന ആളാണല്ലോ, എൻ്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് ഇല്ലാതെ ഞാൻ എങ്ങനെ സാധാരണയേക്കാൾ ഒരു നല്ല കുടുംബത്തിൽ ജനിച്ച് ജീവിച്ച് വിശ്വാസത്തിൽ പോണ ആളാണ്, പക്ഷെ എനിക്ക് ജീവിതമില്ലാതായി പോവുമോ കർത്താവേ എന്ന് ഇവൻ കണ്ണീരോടെ കർത്താവിനെ മുമ്പിൽ ചോദിച്ചു. അന്ന് രാത്രി ഒരു സംഭവം നടന്നു. ഈ ഹൃദയം ഇളക്കി ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പതറി ചോദിക്കത്തില്ലേ, അപ്പം ദൈവം മറുപടി പറയും. അത് ഒരു സംശയമില്ല കരുത്. നമ്മൾ ഇത്രൂടി ഓക്കെ ആണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ദൈവം 2 മറുപടി പറയും. അപ്പോൾ ഉടനെ എബിനിങ്ങനെ മുട്ട നിൽക്കുന്നു, ഞാൻ കുരിശ് വാഴ്ത്തി എബിന് കൊടുക്കുന്നു. അതാണ് ഇവൻ സ്വപ്നം കാണുന്നത്. അപ്പോൾ അവന് മനസ്സിലാക്കി അച്ഛനെ പോയി കാണാനായിരിക്കും ഈശോ പറയണമെന്ന്. അപ്പോൾ എന്നാ ചെയ്ത് അച്ഛനെ പോയി കാണാൻ വേണ്ടി ഇവിടെ പുതുക്കിയപ്പോഴാണ് അവിടെ ചോദ്യവും പറച്ചിലുമൊക്കെ ആയി. പുതുക്കുമ്പോൾ എന്താ ചോദിച്ചത്, നീ പത്രം ആർക്കാണ് കൊടുത്തതെന്ന് ചോദിക്കും. പത്രം ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം വിശ്വാസ കൈമാറ്റമാണല്ലോ. അപ്പോൾ പത്രം കൊടുത്തിരിക്കുന്നത് അപ്പനാണ് കൊടുത്തിരിക്കുന്നത്, അതാണ് വിഷയം. അപ്പനാണ് കൊടുത്തിരിക്കുന്നത് പത്രം കൊടുത്തിരിക്കുന്നത്. എബിന് ഈ പത്രം കൊണ്ട്, ഈ ചെറുപ്പക്കാരനായത് കാരണം പത്രം കൊണ്ട് നാട്ടിൻപുറത്തിറങ്ങിയ നാട്ടുകാരോ വല്ലതും കൂട്ടുകാരോ വല്ലതും പറയാൻ വിചാരിച്ചുകൊണ്ട് അവനത് ചെയ്തില്ല. അപ്പം നമ്മുടെ വിഷയം, നമ്മൾ എത്ര ട്രഡീഷണലാണെന്ന് പറഞ്ഞാലും എത്ര വിശുദ്ധനാണെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ മനസ്സ് ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഉള്ള പേയ്മെൻ്റ് എല്ലാം കർത്താവ് നേരിട്ട് നടത്തുന്ന വിഷയങ്ങളായതുകൊണ്ട് അതെല്ലാം വിശ്വാസ കൈമാറ്റത്തിലാണ്. വിശ്വാസ കൈമാറ്റത്തിന് ചിലപ്പോൾ തന്തക്ക് വിളി കേൾക്കും, തോന്നിവാസം പറയും, ആൾക്കാർ കളിയാക്കും, ആക്ഷേപിക്കും, മുറിവ് പറ്റും, കുറേ തരത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും. ഈ പ്രശ്നങ്ങളൊക്കെ അന്നേ കാളയെന്ന് പറഞ്ഞ് കാറിക്കൂവി നാട്ടുകാരെ വിളിച്ച് ഏൽപ്പിച്ചാൽ അതിന് ഉള്ള മാർക്ക് കൂടി പോവുകയും ചെയ്യും. അത് ഹൃദയത്തെ സംഗ്രഹിക്കാനേ പറ്റത്തുള്ളൂ. ആധ്യാത്മിക ജീവിതം വളരെ തന്ത്രപരമായിട്ട് ജീവിക്കേണ്ടതായ ജീവിതമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇവൻ അത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞ് ഇത് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഇത് ഞാൻ കൊടുത്തോളാം, അടുത്ത പ്രാവശ്യം വരെ ഞാൻ തന്നെ പോയി, ഭയങ്കര പാടുള്ള പരിപാടിയെ എന്നെ സംബന്ധിച്ചിടത്തോളം, എന്നാൽ ഞാൻ തന്നെ കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് അവൻ ഇവിടെ വന്ന് അച്ഛനെ കാണുമ്പോഴാണ് ഞാൻ ഈ കുരിശ് കൊടുക്കണത്. അപ്പോൾ 10 ലക്ഷം പരീക്ഷ പ്രാർത്ഥിച്ച കുരിശാണ് ഞാൻ കൊടുക്കണത്. അപ്പം ഞാൻ ഈ പരീക്ഷക്കാർക്ക് കൊടുക്കുമ്പോൾ അത് പറഞ്ഞേ കൊടുക്കത്തുള്ളൂ. മക്കളെ 2 ലക്ഷം പേര് പ്രാർത്ഥിച്ച കുരിശാണ് മക്കൾക്ക് തരണത്. മക്കൾക്ക് ഇതിൻ്റെ അകത്ത് 0 ഇൻവെസ്റ്റ്മെൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്. കാരണം അവരെല്ലാം 16 വയസ്സ് 17 വയസ്സൊക്കെ, അവർക്ക് വലിയ അറിവൊന്നുമില്ലല്ലോ. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, മക്കൾ ഈ സമയത്ത് വിശ്വാസപ്രമാണം ചെല്ലണം,
ഈശോനെ കൈ തരുന്നതാണ്. നിങ്ങൾക്ക് പറ്റാത്ത 2 കാര്യങ്ങൾ ഈശോയോട് പറയണമെന്നൊക്കെ പറയും. നിങ്ങളോട് വല്ല മുതിർന്നവരോട് ഞാനത് പറയത്തില്ല, പിള്ളേരോടൊക്കെയാണ് പറയത്തുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന പ്രാർത്ഥന ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോണത്, അതിൻ്റെ അർത്ഥം ഇതാണ്, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയേണ്ടത്, അതൊക്കെ പിള്ളേരോട് പറയും. കാര്യം എന്താണ്, അവർക്ക് നിങ്ങളോട് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ കാര്യം മനസ്സിലാക്കി അവരെ ചെയ്തോളൂ ഭംഗിയായിട്ട്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞ് ആ കുരിശ് കിട്ടിയ രാത്രി പെട്ടെന്ന് UAE നിന്ന് അവനെ വിളിച്ചു. അതാണ് തടസ്സം, അതാണ് തടസ്സം മാറണമെന്ന് പറയണത്. ഇവൻ ഇവിടെ തീരുമാനം എടുത്തത് എന്താണ്, വിശ്വാസം കൈമാറാൻ തീരുമാനിച്ചു. അതായിരുന്നു അവൻ്റെ പിഴവ്. അതായിരുന്നു ആ തീരുമാനം ഞാൻ തന്നെ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് അത് കറക്റ്റ് ചെയ്ത്, അപ്പോൾ ഞാൻ കുരിശ് കൈ കൊടുത്തപ്പോൾ ഈശോ അവൻ്റെ കൈ കിട്ടിയ പോലെയായി. അവൻ അന്ന് രാത്രി അത് വിതിൻ നോ ടൈമാണ്. അതായത് നമ്മളെപ്പോഴും എൻ്റെ മക്കളെ വിശ്വസിക്കണം. അങ്ങനെ കാലവിളംബം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നയപരിപാടിയുടെ ഭാഗമല്ല. കാലവിളംബം ഉണ്ടാക്കണം നമ്മളാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ. അപ്പൊ എന്നെ ഗുഡൻസ് പിടികിട്ടില്ലേ? അതൊന്നിട്ട് വായിച്ചേ. കാലവിളംബം വായിച്ചേ. 2 പത്രോസ് 3:9. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. അപ്പൊ പ്രഖ്യാപിത നിലപാടിതാണ് കർത്താവിന്റെ. എന്താണ് കാലവിളംബം വരുത്തുന്നത്? പോലെ കർത്താവാണ് കാലവിളംബം വരുത്തുന്നതെന്നാണ് നമ്മൾ ധരിച്ചിരിക്കണമെന്നാണ് പറയണത്. കർത്താവാണ് കാലവിളംബം വരുത്തണത്, താമസിപ്പിക്കണത് നമ്മൾ ധരിച്ചു വെച്ചിരിക്കണമെന്നാണ് ഈ പറയണത്. പക്ഷേ എന്ത് പറഞ്ഞാൽ നിങ്ങളുടെ ധാരണ തെറ്റാണ്. ദൈവത്തിൻ്റെ പ്രഖ്യാപിത നയപരിപാടികളിൽ കാലവിളംബം ഇല്ല, അങ്ങനൊരു സംഭവം ഇല്ല. പിന്നെ എന്താ, കർത്താവ് തൻ്റെ വാഗ്ദാനം പാലിക്കുന്നതിൽ കാലവിളംബം വരുത്തണില്ല. പിന്നെ ആരാണ് കാലവിളംബം വരുത്തുന്നത്? നമ്മൾ ആ വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടിയുള്ള പ്രീറെക്വിസിറ്റ് ഉണ്ട്. കർത്താവ് വാഗ്ദാനം പാലിക്കണമെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള പ്രീറെക്വിസിറ്റ് ഉണ്ട്. എന്താണ്? മുൻ ആവശ്യം. കാലവിളംബം കർത്താവ് വരുത്താതിരിക്കാനുള്ള ടെക്നോളജി എന്താണ്? അതിൻ്റെ തന്ത്രം എന്താ? അതിൻ്റെ പ്രീറെക്വിസിറ്റ് ഉണ്ട്. അതെന്താണ്? മുൻ ആവശ്യം. എന്താണ്? അനുതാപം. അതാണ് പറയണത്. കേട്ടില്ല നിങ്ങൾ? ഒന്നുകൂടെ വായിച്ചത്. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ. പോളിഷ് ലാംഗ്വേജാണ്. നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. പച്ചക്ക് പറഞ്ഞാൽ എൻ്റെ പൊന്നുമോളെ പൊന്നുമോനെ അനുദപിക്കാതെ കാലണ കിട്ടത്തില്ലെന്നാണ് ഈ പറയണത്. മനസ്സിലായില്ലേ? നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കണമെന്ന്. ദീർഘക്ഷമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം നീണ്ടു പോകുന്നല്ലേ പറഞ്ഞ അർത്ഥം. അനുദപിക്കാതിരുന്നാൽ, ഇപ്പോഴുള്ള അഭ്യാസമായിട്ട് മുന്നോട്ട് പോയാൽ അനുഗ്രഹം പ്രാപിക്കത്തില്ലെന്നാണ് പച്ചക്ക് പറയണത്. ബൈബിളിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ബൈബിൾ ഇങ്ങനെ സുഖിപ്പിച്ചേ പറയത്തുള്ളൂ. പക്ഷേ വെടിമരുന്നായിരിക്കും പറയണത്. നിങ്ങൾ കാലവിളംബം കാണിക്കുന്ന ദൈവത്തിൻ്റെ പ്രഖ്യാപിത നടപടിക്രമമല്ല. എത്രയും വേഗം
നിങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ നിലപാട്. അപ്പോൾ ആ ദൈവത്തിൻ്റെ നിലപാട് രക്ഷിക്കുക എന്നുള്ളതാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അനുഗ്രഹം താമസിക്കണത്? അത് നിങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ടാണെന്നാണ് ഈ പറയണത്. അതിൻ്റെ അപ്പം നിങ്ങളുടെ വിഷയമാണ്, ദൈവമല്ല അനുദപിക്കേണ്ടത്, നമ്മളല്ലേ അനുദപിക്കേണ്ടത്. അപ്പം നിങ്ങൾ ചിന്തിക്കണം, കർത്താവ് നമ്മുടെ വിഷയത്തിൻ്റെ കാലവിളംബം വീട് കിട്ടണില്ലല്ലോ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുവാൾത്താരയിൽ വന്നു നിന്ന് രണ്ടാമത് കുടുംബത്തോടു കൂടി സാക്ഷ്യം പറയുവാൻ ലഭിച്ച അനുഗ്രഹത്തെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 കോടി നന്ദി പറയുന്നു. ആദ്യമേ എനിക്ക് 3 രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ആദ്യം പറയാനുള്ളത്. എനിക്ക് സൺബേൺ ആയിട്ട് എൻ്റെ കഴുത്തിൽ നിറയെ ബുദ്ധിമുട്ടായിട്ട് ഞാൻ എല്ലാ ആശുപത്രികളിലും കയറി ഇറങ്ങി മരുന്ന് പുരട്ടിയിട്ടും എനിക്ക് മാറുന്നില്ലായിരുന്നു. വിശുദ്ധ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും 2023 ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ജപമാല റാലി കഴിഞ്ഞ് 2ാമത്തെ ദിവസം എൻ്റെ കഴുത്തിലെ സൺബേൺ എനിക്ക് മാറിക്കിട്ടി. 2ാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ഇളയ കുഞ്ഞിന്, അവന് ഏനൽ റീജിയനിൽ ഒരു ചെറിയ തടുപ്പുണ്ടായിരുന്നു. അവന് എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവന് വിശുദ്ധ തൈലം തൂത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവന് ഉടമ്പടി ഉപ്പ് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫലമായി അവന് അതും മാറിക്കിട്ടി. പിന്നെ 15 വർഷമായിട്ട് എനിക്ക് നട്ടെല്ലിന് സ്ട്രെയിറ്റനിങ് ആയിരുന്നു. 2024 നവംബർ ഡിസംബർ മാസത്തിൽ എൻ്റെ ലെഫ്റ്റ് ഷോൾഡറിൽ ഒരു മുഴയുണ്ടാവുകയും അത് കൈക്ക് ഭയങ്കര തരിപ്പും വേദനയും എന്തെങ്കിലും ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുമൊക്കെ ആയിരുന്നു. ഞാൻ ഡോക്ടറെ പോയി ഞാൻ ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. കുളിക്കുമ്പോൾ വെള്ളത്തിൽ ഉടമ്പടി ഉപ്പിട്ട് കുളിക്കുകയും ചെയ്യുകയായിരുന്നു. ഞാൻ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അവിടുത്തെ കാർട്ടിലേജ് വളർന്ന് അത് ബോണായിട്ട് മാറും, അത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറും എന്ന് പറഞ്ഞ് MRI ചെയ്യാൻ സജസ്റ്റ് ചെയ്തു. അങ്ങനെ MRI ചെയ്തു. അപ്പോൾ അവർ റിബ് സ്റ്റഡി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ റിബ് സ്റ്റഡിയും ചെയ്തു. ഞാൻ MRIക്ക് കയറുന്നതിന് മുമ്പ് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചിട്ടായിരുന്നു കയറിയത്. 1.25 മണിക്കൂർ എടുത്തു MRI ചെയ്യുവാനായിട്ട്. ആ 1.25 മണിക്കൂറും ഞാൻ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് കിട്ടി. ഞാൻ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടറിനെ റിപ്പോർട്ട് കാണിക്കാൻ ചെന്നപ്പോൾ സാർ അവിടുന്ന് സ്ഥലം മാറിപ്പോയി. അങ്ങനെ പകരം വേറൊരു ഡോക്ടറെ കാണിക്കുകയും ഡോക്ടർ പറഞ്ഞു IVDP ആണ്, അതിന് സർജറി ഓപ്ഷൻ, പിന്നെ ഫിസിയോതെറാപ്പി ചെയ്തു നോക്കാം, ജസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റിനെ ഒന്ന് കാണിക്കുക എന്ന് പറഞ്ഞു. ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണിക്കാൻ പോയി. ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞു സ്റ്റിറോയിഡ് കഴിക്കണമെന്ന്. ഞാൻ അവർ തന്ന ഒരു മെഡിസിനും കഴിച്ചില്ല. ഞാൻ വിശുദ്ധ തൈലം തൂത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവിടെ കൃപാസനത്തിൽ വന്ന് അച്ഛൻ ജോസഫ് അച്ഛനെ കാണുകയും ബ്ലെസ്സിങ് വാങ്ങിക്കുകയും അച്ഛൻ തൈലം തൂത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉരത്തിലെ മുഴ കാണുവാനില്ല. ഇപ്പോൾ എൻ്റെ C4, C5, C7 റീജിയനിലുണ്ടായിരുന്ന വേദന എനിക്ക് മാറിക്കിട്ടി. അടുത്ത സാക്ഷ്യം, ഞാൻ ഉടമ്പടി ആദ്യമായി എടുത്തത് 2023 മാർച്ച് 11 അന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ വൈകിട്ട് എനിക്ക് ഒരു മെയിൽ വന്നു. അത് നോർക്കയിൽ നിന്നുള്ള മെയിലായിരുന്നു. അവരുടെ അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു ജർമ്മൻ്റെ. ഞാനത് അപ്ലൈ ചെയ്യുകയും എനിക്ക് അതിൻ്റെ സെലക്ഷൻ കിട്ടുകയും ചെയ്തു. അങ്ങനെ കൊച്ചിയിൽ ഞാൻ ജർമ്മൻ പഠിക്കാൻ ആരംഭിച്ചു. ജർമ്മൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു പള്ളി ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്നും പള്ളിയിൽ പോവുകയും എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞങ്ങൾ പള്ളിയിൽ പോവുകയും കുർബാന കാണുകയും എല്ലാ ദിവസവും ക്ലാസ്സിന് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ പള്ളിയിൽ പോയി ഒരു ജപമാല ചൊല്ലും. ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഞങ്ങൾ പള്ളിയിൽ കയറി ജപമാല ചൊല്ലും. ആ എല്ലാ വെള്ളിയാഴ്ചയും 4 മണിക്കൂർ ഞങ്ങൾ കൂട്ടുകാർ പള്ളിയിൽ പോയിരുന്ന് അഖണ്ഡ ജപമാല ചൊല്ലുകയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ B1 എക്സാം കഴിഞ്ഞു. ഭയങ്കര ടഫായിരുന്നു. ഫസ്റ്റ് എക്സാം എഴുതിയപ്പോൾ 3 മൊഡ്യൂൾ പാസ്സാക്കി പരിശുദ്ധ അമ്മയെ അനുഗ്രഹിച്ചു. അടുത്ത മൊഡ്യൂൾ റീഡിങ് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. 9 പ്രാവശ്യം എക്സാം എഴുതിയപ്പോഴാണ് ഞാൻ പാസ്സായത്. ഞാൻ നിയോഗം വെച്ചത് ഞാൻ പാസ്സാകണമെന്നല്ല, എൻ്റെ ക്ലാസ്സിലെ എല്ലാവരും പാസ്സാകണമെന്നായിരുന്നു. അങ്ങനെ 9ാമത്തെ പ്രാവശ്യം എക്സാം എഴുതാനായിട്ട് ഞങ്ങൾ 7 കുട്ടികളുണ്ടായിരുന്നു. 8ാമത്തെ എക്സാം എഴുതാൻ ഞങ്ങൾ ചെന്നൈയിൽ പോയപ്പോൾ എപ്പോഴും എക്സാം എഴുതാൻ പോകുമ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാർക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ തൈലവും പൂശി പ്രാർത്ഥിച്ച് ഉപ്പും കൊടുക്കുമായിരുന്നു. പക്ഷേ 8ാമത്തെ എക്സാം എഴുതിയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു, ഞാൻ എല്ലാ പ്രാവശ്യം പറയുമായിരുന്നു പരിശുദ്ധ അമ്മ നമ്മളെ പാസ്സാക്കുമെന്ന്. 8ാമത്തെ പ്രാവശ്യം എക്സാം എഴുതാൻ പോയപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, നമ്മൾ എപ്പോഴും ഇത് വിശുദ്ധ തൈലം തൂത്തി പ്രാർത്ഥിച്ചിട്ടും ഉപ്പ് ഇട്ടിട്ടുമാണല്ലോ നമ്മൾ പോകുന്നത്, എന്നിട്ട് എൻ്റെ അമ്മ നമ്മളെ പാസ്സാക്കുന്നത്. അത് കേട്ടപ്പോൾ എനിക്കെന്തോ ഭയങ്കര വിഷമമായി. 9ാമത്തെ പ്രാവശ്യം പരീക്ഷ എഴുതാൻ പോയപ്പോഴും ഞങ്ങളെല്ലാവരും ഒന്നിച്ച് തിരുവനന്തപുരത്ത് എക്സാം എഴുതാൻ പോയി. ഞാൻ വിശുദ്ധ തൈലം തൂത്ത് പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും ഉപ്പ് കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഞങ്ങൾ പരീക്ഷയ്ക്ക് കയറിയത്.
ആ പ്രാവശ്യം പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മ ഈ പ്രാവശ്യം ഞങ്ങൾ പരീക്ഷ പാസ്സാക്കിയില്ലെങ്കിൽ ഞാനല്ല നാണക്കേടുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ അമ്മയ്ക്കായിരിക്കും ഒരു നാണക്കേട്. എന്തോ എനിക്ക് അങ്ങനെ പറയാൻ തോന്നി. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ അമ്മയുടെ അടുത്ത് പോയത്. അന്ന് ഞാൻ ആ പ്രാവശ്യം ഞാൻ പരീക്ഷയ്ക്കൊന്നും പഠിച്ചില്ല. ഞാനാണെങ്കിൽ ട്രെയിനിൽ 4 മണിക്കൂറോളം ഉണ്ടായിരുന്നു യാത്ര. ഞാൻ ഒരു അഖണ്ഡ ജപമാല ചൊല്ലി. അത് കഴിഞ്ഞ് പരീക്ഷയ്ക്ക് കയറിയപ്പോൾ എക്സാം പേപ്പർ കണ്ടപ്പോൾ ഒന്നും പഠിച്ചില്ല. പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കി, ഒരു ക്വസ്റ്റ്യൻ പോലും ഞാൻ വായിച്ച് നോക്കിയില്ല. ഞാൻ ആൻസർ മാർക്ക് ചെയ്തു. എനിക്ക് തോന്നിയ പരിശുദ്ധ അമ്മ പറഞ്ഞു തന്ന ആൻസർ അനുസരിച്ച് ഞാൻ എല്ലാം മാർക്ക് ചെയ്തു. 65 മിനിറ്റിൻ്റെ എക്സാം ഞാൻ 30 മിനിറ്റ് കൊണ്ട് എക്സാം എഴുതി കഴിഞ്ഞു. അവിടെ ഇരുന്ന് ഞാൻ ഉപ്പ് പേപ്പറിൽ ഇട്ടിട്ടായിരുന്നു ഞാനന്ന് പരീക്ഷ എഴുതിയത്. വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച്, എൻ്റെ പേപ്പറിൽ എല്ലാവരുടെയും പേപ്പറാണെന്ന് സങ്കല്പിച്ചത്. എല്ലാ കൂട്ടുകാർക്കും, അന്ന് ഹോളിലിരുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി, അന്ന് എക്സാം എഴുതി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച്, അന്ന് അവിടെ ഇരുന്നൊരു രഹസ്യം ചൊല്ലി, ഒരു കൊന്തയും ചൊല്ലി, എല്ലാ വിശ്വാസ പ്രമാണം ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി. 30 ക്വസ്റ്റ്യനായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ 30 നന്മ മറിയുമേയും ചൊല്ലി കുറിച്ച് വരച്ച് എൻ്റെ എക്സാം പേപ്പറെ പ്രാർത്ഥിച്ച്, എല്ലാവരുടെയും പേപ്പറാണെന്ന് പറഞ്ഞ് സങ്കല്പിച്ച്. അങ്ങനെ 65 മിനിറ്റ് എക്സാമിന് 55 മിനിറ്റ് ആകുമ്പോൾ ഞാൻ എൻ്റെ പേപ്പർ കൊടുത്ത് ആ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആരും ഇറങ്ങി വന്നില്ല, ഞാൻ മാത്രമേ ഇറങ്ങിയുള്ളൂ. അവിടെ നിന്ന് എല്ലാവർക്കും വേണ്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, റിസൾട്ട് വന്ന എല്ലാവർക്കും പേടിയാന്ന് നോക്കാം. ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് നോക്കിക്കോ. അന്ന് ആ എക്സാം എഴുതി അന്ന് തന്നെ ഞങ്ങൾക്ക് അടുത്ത ഡേറ്റ് എടുക്കാനുള്ള നോർക്കയിൽ നിന്നും ഡേറ്റ് വന്നു. ഞങ്ങൾ അടുത്ത ഡേറ്റ് ഞാൻ പറഞ്ഞു, എടുക്കണ്ട, നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ പാസ്സാകും. ഇപ്രാവശ്യം മാതാവ് നമ്മളെ കൈവിടില്ല, നമ്മളെല്ലാവരും ജയിക്കും. ഞങ്ങൾ 7 പേരായിരുന്നു പാസ്സാകാനുണ്ടായിരുന്നത്. അങ്ങനെ അന്ന് റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും നോക്കി. അന്ന് ഞാനും കുട്ടികളുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഞാനും കുട്ടികളും കൂടെ അന്ന് മുട്ടിൽ നിന്ന് ഒരു കൊന്ത ചൊല്ലി. അപ്പോൾ വാട്സപ്പിൽ എല്ലാവരുടെയും മെസ്സേജ് വന്നു പാസ്സായിന്ന്. അപ്പോൾ എനിക്ക് റിസൾട്ട് നോക്കേണ്ട ആവശ്യം പോലുമില്ല, എനിക്കറിയാമായിരുന്നു ആ എക്സാം പാസ്സാകുമെന്ന്. അങ്ങനെ പരിശുദ്ധ അമ്മ ഞങ്ങളെ പാസ്സാക്കി അനുഗ്രഹിച്ചു. അടുത്തത് എൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു. എനിക്ക് ഇൻ്റർവ്യൂ വന്നു. ആദ്യത്തെ ഇൻ്റർവ്യൂ പാസ്സായില്ല. രണ്ടാമത്തെ ഇൻ്റർവ്യൂവിന് അവർ തന്ന ലിങ്ക് മാറി കയറി. അങ്ങനെ എനിക്ക് തന്ന ദിവസം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, ഒരു തിങ്കളാഴ്ചയായിരുന്നു. അപ്പോൾ അവർ വിളിച്ചെന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. എങ്കിലും അവർ പറഞ്ഞു ചൊവ്വാഴ്ച ആ ദിവസം നോക്കട്ടെ എന്ന് പറഞ്ഞു. അവർ 2 മണിയാകുമ്പോഴായിരുന്നു സമയം പറഞ്ഞത്. ആ സമയം ഞാനവിടെ ഒരുങ്ങിയിരുന്നു. പക്ഷേ അവരുടെ കോളൊന്നും വന്നില്ല. ഞാനവിടെ ഇരുന്ന് ബൈബിൾ വായിച്ചു. ഞാനവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് അവരുടെ കോൾ വന്നു, പെട്ടെന്ന് ഇൻ്റർവ്യൂവിന് കയറാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 2:30 ആയപ്പോൾ ഇൻ്റർവ്യൂവിന് കയറി. എനിക്കറിയില്ല എന്താ പറയണ്ടേ, ഞാൻ ജസ്റ്റ് പ്രിപ്പയർ ചെയ്യൊന്നുമില്ലായിരുന്നു. അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുകയോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലാതെ. അങ്ങനെ ഞാൻ പരിശുദ്ധ അമ്മയോട് തൈലം തൂത്ത് പ്രാർത്ഥിച്ചു. ഉപ്പും എൻ്റെ ഫോണിന് ചുറ്റും വിതറിയിട്ടായിരുന്നു അവിടെ ഇരുന്നത്. പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, ഇത് എനിക്കുള്ളതാണെങ്കിൽ മാത്രമേ എനിക്ക് തരാവുള്ളൂ, എൻ്റെ മെറിറ്റ് കൊണ്ടല്ല. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് ഈ ജോലി തന്നാൽ മതി, അല്ലെങ്കിൽ എനിക്ക് വേണ്ട. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വിദേശത്ത് പോകണമെന്ന് വലിയ ആഗ്രഹമുള്ള ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല. പരിശുദ്ധ അമ്മ അങ്ങനെ എന്നെ ഇവിടം വരെ എത്തിച്ചു. അങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂ സെലക്റ്റായി. ഇപ്പോൾ എനിക്ക് വിസ വന്നു. 30-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. എല്ലാവരും ഞാൻ ഈ 2 വർഷത്തോളമായി ഞാൻ എന്നും ജോലിയില്ലാതിരുന്നെങ്കിലും പള്ളിയിൽ പോകുവാനുള്ള കൃപ എനിക്ക് പരിശുദ്ധ അമ്മ തന്നു. അങ്ങനെ കുർബാനയ്ക്ക് പോകുമ്പോൾ ആൾക്കാർ കളിയാക്കുമായിരുന്നു, നീ എന്തിനാ കുർബാനയ്ക്ക് വരുന്നത്, പരീക്ഷ ജയിക്കുന്നില്ല, പോയിരുന്ന് പഠിച്ചുകൂടെയെന്ന്. പിന്നെ ആൾക്കാർ പറയും, 15 വർഷത്തോളമായി എക്സ്പീരിയൻസ് ഉള്ള ഞാൻ നാട്ടിലൊക്കെ ജോലി ചെയ്തിരുന്നുവെങ്കിലും ആൾക്കാർ പറയും, നിനക്കൊരു ഭാഗ്യമില്ലാത്തവളാണല്ലോ മറ്റുള്ള പെൺപിള്ളേരെ കണ്ടുപിടിക്കുകയെന്ന്. പക്ഷേ എനിക്കതൊന്നൊരു വിഷമം തോന്നുമെങ്കിലും അതൊരു നിരാശയൊന്നും തോന്നിയിരുന്നില്ല. പരിശുദ്ധ അമ്മ എന്നെ ഇവിടം വരെ ഉയർത്തി. അടുത്ത സാക്ഷ്യം, മെയ് 2-ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തോ നടക്കും എന്നൊരു പ്രേരണ തോന്നി. അങ്ങനെ മെയ് 2-ന് എൻ്റെ വർക്ക് പെർമിറ്റ് എനിക്ക് ലഭിച്ചത്. അടുത്ത സാക്ഷ്യം പറഞ്ഞ എൻ്റെ ഹസ്ബൻഡെ കൊടുക്കും. ഞാൻ ജിൻസ് ജോസഫ്, ഞാൻ മോനിപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ സൗദിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു. സൗദിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒറ്റയ്ക്കായതുകൊണ്ട് സൗദിയിൽ എനിക്ക് ഒറ്റയ്ക്കുള്ള ജീവിതം അടുപ്പായതുകൊണ്ട് തിരിച്ചു പോരണമെന്നുള്ള എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പക്ഷേ ഒരു ജോലിയില്ലാതെ മുന്നോട്ട് പോകുന്നത് ബുദ്ധിമുട്ടാണെന്നുള്ളൂ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇവൾക്ക് ജൻസിക്ക് നോർക്ക വഴി ത്രൂ സെലക്ഷൻ കിട്ടി. അപ്പോൾ ആ പേരും പറഞ്ഞ് എനിക്കെങ്ങനെ പോരാ എന്നുള്ള രീതിയിൽ ഞാൻ നാട്ടിലോട്ട് പോരുകയാണ്. പക്ഷേ പോരേണ്ട സമയമായപ്പോൾ ഞാൻ അവളോട് പറയുന്നു, നിൻ്റെ എക്സാം എല്ലാം പാസ്സായി, നിനക്ക് ജോലിക്ക് പോയി കഴിഞ്ഞെന്ന് വരെ ഞാനിവിടെ നിൽക്കാം. പക്ഷേ അവൾ എന്നോട് അത് സമ്മതിച്ചില്ല. ചേട്ടായി പോരണം, പിള്ളേരെ നോക്കാൻ ആളില്ല, പിള്ളേരെ നോക്കാൻ വരണം എന്നുള്ള രീതിയിലാണ് ഞാൻ ജോലി നിർത്തി പോരുന്നത്. പക്ഷേ ഞാൻ സൗദിയിലായിരുന്നപ്പോഴും ഞാൻ ഇവിടെ അവധിക്ക് വരുമ്പോൾ ഞാൻ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് പക്ഷേ ഉടമ്പടി എടുത്താൽ
എടുത്തിട്ടില്ലായിരുന്നു. ഉടമ്പടി എടുത്താൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിക്കാൻ ജോലി തിരക്ക് മൂലം എനിക്ക് പറ്റില്ല. സൗദിയിലെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് പറ്റില്ലാത്ത എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല. പക്ഷേ ഞാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെ ഞാൻ സെപ്റ്റംബർ 2023 സെപ്റ്റംബർ 1-ാം തീയതി ഞാൻ നാട്ടിലെത്തി ഉടമ്പടി എടുക്കണമെന്ന് എനിക്ക് അതേ ആഗ്രഹമുണ്ട്. ഞാൻ എടുക്കണമെന്ന്. പക്ഷേ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ചെയ്ത കാര്യം എന്നോട് ശത്രുതയായിട്ടിരിക്കുന്നു, എന്നോട് സംസാരിക്കാതെ എന്നോട് ശത്രുതയായുള്ളവരോട് ഞാൻ ആദ്യം പോയി അങ്ങോട്ട് രമ്യതപ്പെട്ടു. അതിനുശേഷമാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഓൾറെഡി എനിക്കും ഈ നോർക്ക വഴിയുള്ള ജർമ്മൻ്റെ സെലക്ഷൻ കിട്ടിയിരുന്നു. ജർമ്മൻ പഠിക്കുന്നതിനുള്ള സെലക്ഷൻ കിട്ടി. അപ്പോൾ എനിക്കറിയാമായിരുന്നു ജർമ്മൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നെക്കൊണ്ടത് കഴിയില്ലാത്ത കാര്യം. കാരണം ഞാൻ ഇതിനു മുമ്പ് IELTS പഠിക്കാൻ പോയിരുന്നു. അത് എക്സാം എഴുതേണ്ട സമയപ്പോൾ എന്നെക്കൊണ്ട് കഴിയില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ എക്സാം എഴുതാതെ അത് നിർത്തിയിട്ടാണ് ഞാൻ സൗദിക്ക് സെലക്ഷൻ കിട്ടി പോയത്. അതുകൊണ്ട് ഇത് എന്നെക്കൊണ്ട് കഴിയാത്ത കാര്യമാണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അതിന് 2017 സെപ്റ്റംബർ 2023 ഞാൻ ഉടമ്പടി എടുത്തത്. ആദ്യമായി ഉടമ്പടിയിലേക്ക് വന്നത്. അതിനുശേഷമാണ് നോർക്കയുടെ ഇൻ്റർവ്യൂവിന് പോകും. ഞാൻ ഉടമ്പടി കാശ് രൂപം എണ്ണയും തൈലവും ഉപയോഗിച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂവിന് പോയത്. അത് കഴിഞ്ഞ ശേഷമാണ് ആ ഇൻ്റർവ്യൂവിൽ ആദ്യത്തെ എനിക്ക് പഠിക്കാനുള്ള സെലക്ഷൻ കിട്ടിയത്. അതിനുശേഷം പഠനം ആരംഭിച്ചു. പിന്നെ സമയച്ചെടുക്കുമ്പോൾ കൊണ്ട് ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ പറയാം. ഉടമ്പടിയിലൂടെ കാര്യങ്ങൾ എങ്ങനെയാണ് നേടിയെടുക്കുന്നതെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം, എൻ്റെ അനുഭവത്തിലൂടെയുള്ള കാര്യങ്ങൾ. പിന്നെ എനിക്ക് ആദ്യത്തെ അനുഭവം മാതാവിനോട് ഉള്ള അനുഭവം, എനിക്ക് പ്രത്യേക അനുഭവം ഉണ്ട്. സാമീപ്യം മനസ്സിലായത്, ഞങ്ങൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന കൊച്ചിയിലാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. കൊച്ചിയിൽ നിന്ന് ഗോയിത്ത സെൻറ്ററിലാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ പഠിക്കുമ്പോൾ ഞങ്ങൾ പുറത്ത് ഹോസ്റ്റലെടുത്ത് കൂട്ടുകാർ കൂടിയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ പഠിപ്പിക്കുന്ന സെൻറ്ററിൽ നിന്നും ദൂരെയാണ്, തൈക്കൂടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഇപ്പോൾ ഞങ്ങൾ മെട്രോ കയറി പോകണം. അക്കോമഡേഷൻ റെൻറ്റ് കുറവായിരുന്നു, അതുകൊണ്ടാണ് അവിടെ താമസിച്ചിരുന്നത്. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കൂട്ടത്തിലുള്ളവർ ട്യൂട്ടോറിയലിൻ്റെ ഗോയിത്ത സെൻറ്ററിൻ്റെ അടുത്തുള്ള ഹോസ്റ്റലിലേക്ക് മാറുകയും, അപ്പം ഞാൻ ഒറ്റയ്ക്കായി. എനിക്ക് അവിടെ റെൻറ്റ് കൂടുതലാണ്. അപ്പോൾ എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് അവിടെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങേണ്ട അവസാന ദിവസം ഞാൻ പിന്നെ അടുത്തൊന്നും എനിക്ക് ഹോസ്റ്റൽ കിട്ടുന്നില്ലായിരുന്നു. അപ്പം അന്നത്തെ ദിവസം പ്രത്യക്ഷ പ്രാർത്ഥനയിൽ ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, അമ്മ, എനിക്ക് വീട്ടിൽ പോയി വരുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ വീട്ടിൽ പോയി വരുമ്പോൾ എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റത്തില്ല, കുർബാനയ്ക്ക് വിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതാണ് എൻ്റെ ഏറ്റവും ബുദ്ധിമുട്ട്. എനിക്ക് അടുത്തുള്ള ഹോസ്റ്റലാണെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ എനിക്ക് കുർബാനയ്ക്ക് പോകാം, അത് കഴിഞ്ഞ് ക്ലാസ്സിന് പോകാൻ പറ്റും എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഹോസ്റ്റലിൽ വെക്കറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ബാഗും തുണിയും എല്ലാം എടുത്തുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിന് പോകുന്നത്. അന്ന് ക്ലാസ്സിന് പോകുമ്പോൾ അന്ന് പ്രതീക്ഷിതമായി രാവിലെയും വൈകുന്നേരവും ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാൻ ഇല്ലായിരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഓൾറെഡി ഹോസ്റ്റലിൽ മാറിയുകൊണ്ട് അവർ പറഞ്ഞു അവിടുത്തെ പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് അവരുടെ കൂടെ പോയി ഞാൻ ഫുഡ് കഴിക്കുന്നത്. അവിടെ ഫുഡ് കഴിച്ചിറങ്ങിയപ്പോൾ തൊട്ടടുത്തൊരു ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. അവിടെ ചുമ്മാ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിനക്കിവിടെ അവിടെ റൂം വേക്കൻ്റ് ആണ്, അവിടെ നിനക്ക് താമസിക്കാം, അവിടെ ഒരു മുറിയിൽ 6 പേരാണ്, പക്ഷേ ആ റൂം ഫുള്ള് വേക്കൻ്റ് ആണ്, നീ വന്നോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ അതാണ് എൻ്റെ ആദ്യത്തെ അനുഭവം. മാതാവിൻ്റെ സാമീപ്യം ഞാൻ തിരിച്ചറിഞ്ഞത്. അടുത്ത എൻ്റെ അനുഭവം എന്ന് പറയുന്നത്, ഡെയിലി ബ്രെഡ് എന്നും ഞാൻ കൂടുമായിരുന്നു. ഡെയിലി ബ്രെഡിൽ അച്ഛൻ സംസാരിക്കുന്ന വാക്കുകൾ, അച്ഛനിലൂടെ ദൈവം എന്നോട് സംസാരിക്കുന്ന പോലെയാണ്. എൻ്റെ കൃത്യമായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും സംസാരിക്കുന്ന, ഒന്നുമല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം സംസാരിക്കും, അല്ലെങ്കിൽ എനിക്ക് സംഭവിച്ച കാര്യങ്ങളായിരിക്കും കൃത്യമായി അച്ഛൻ പറയുന്നത്. ആ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നപ്പോൾ തന്നെ എനിക്ക് സംഭവിച്ച കാര്യം, അത് ഞാൻ ഒരു എക്സാം എഴുതിയ തിരുവനന്തപുരത്താണ്. അവിടുന്ന് ഞാൻ പാസ്സായ എക്സാം സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോകുമ്പോൾ ഞാൻ ട്രെയിനാണ് പോകുന്നത്. പ്രവൺ റോട്ടിൽ നിന്നാണ് ട്രെയിൻ കയറി തിരുവനന്തപുരത്തിന് പോകുന്നത്. അപ്പോൾ മോനിപ്പള്ളിയിൽ നിന്ന് ഞാൻ സ്കൂട്ടറിനാണ് പോകുന്നത്. ആ പോകുന്ന വഴി ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻ്റ് ലിമിറ്റിൻ്റെ അടുത്തൂടെ, അവിടുത്തെ ദുർഘടമായ ഒരു വഴിയാണ്. അന്നത്തെ ദിവസത്തെ പ്രയറിൽ അച്ഛൻ പറയുന്നത്, അന്ന് ഞാൻ പോകുന്ന ദിവസം ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ എനിക്ക് ഫ്രണ്ടിലുള്ളതൊന്നും കാണാനും കൃത്യമായിട്ടൊന്നും കാണുന്നില്ല. അന്ന് ഞാൻ പെട്ടെന്ന് ഒരു കുഴിയിലേക്ക് സ്കൂട്ടർ വീണത് ഞാൻ മറിഞ്ഞു. പക്ഷേ എന്താ സംഭവിച്ചെന്നിരിക്കുക, സ്കൂട്ടർ പെട്ടെന്ന് ഓഫായി. സ്കൂട്ടർ എൻ്റെ കാലിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കും മറിഞ്ഞു കിടന്നു. ഞാൻ കൃത്യമായി എഴുന്നേറ്റ് നിൽക്കാൻ, ഞാനൊന്ന് വീഴുകയോ ഒന്നും ചെയ്തില്ല. അന്ന് ട്രെയിനിൽ കയറി കഴിഞ്ഞാണ് ഞാൻ ഡെയിലി ബ്രെഡ് കാണുന്നത്, ഡെയിലി ബ്രെഡ് കൂടുന്നത്. ആ ഡെയിലി ബ്രെഡ് കൂടുമ്പോഴാണ് ഞാൻ കൃത്യമായിട്ട് അച്ഛൻ ഈ കാര്യം സംസാരിക്കുന്നതായിട്ട് എനിക്ക് അന്നത്തെ അച്ഛൻ്റെ ടോക്ക് ഇത് തന്നെയായിരുന്നു. യാത്രയും ട്രാഫിക് ബ്ലോക്കും കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് കാര്യങ്ങളെക്കുറിച്ചായിരുന്നു പറയുന്നത്. പിന്നെയുള്ളത് എൻ്റെ എക്സാം, ഞാൻ
ജന്മ എക്സാം 6 പ്രാവശ്യം എഴുതി. 4 മൊഡ്യൂൾ 6 പ്രാവശ്യമായിട്ടാണ് എഴുതിയത്. ഓരോ എക്സാമിൽ എനിക്ക് എക്സാം എഴുതുമ്പോഴും ഓരോ മൊഡ്യൂളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ആദ്യത്തെ അറ്റംപ്റ്റിൽ ഒരു മൊഡ്യൂൾ കിട്ടി. ആ മൊഡ്യൂളിൽ ഉണ്ടായത് ഞാനിപ്പോഴും പ്രാർത്ഥിക്കുക, എനിക്ക് സ്പീക്കിംഗ്, എനിക്ക് മറ്റുള്ളവരെ അഭിമുഖീകരിക്കുക എന്നുള്ളതായിരുന്നു എനിക്കൊരു ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മയെ സ്പീക്കിങ്ങിന് വരുമ്പോൾ അമ്മയുടെ സാന്നിധ്യം കൃത്യമായിട്ട് പ്രകടമാക്കണമേ എന്നുള്ളത് ഞാൻ അകത്ത് സ്പീക്കിങ്ങിന് കയറുമ്പോൾ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ എക്സാമിനറായിട്ട് വരുന്ന മാഡത്തിൻ്റെ പേര് മേരിക്കുട്ടി എന്നായിരുന്നു. അപ്പം എനിക്ക് ഉറപ്പായി, എനിക്ക് കോൺഫിഡൻസ് പ്രതീക്ഷിച്ചു, അമ്മ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളൊരു ഇതിൽ ഞാൻ സംസാരിച്ചു. നല്ലവണ്ണം ഞാൻ പെർഫോം ചെയ്തു. ആ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എക്സാം പാസ്സാവുന്നു. ആ എക്സാം ഞാൻ പാസ്സായി. പിന്നെ അടുത്ത എക്സാം എന്ന് പറയുന്നത് റൈറ്റിങ്ങിൽ, അടുത്ത ചാൻസിൽ എനിക്ക് റൈറ്റിംഗ് കിട്ടിയത്. റൈറ്റിംഗ് എക്സാം എഴുതുമ്പോൾ എനിക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായി. ഞാൻ ചുറ്റും പുറം നോക്കുമ്പോൾ എല്ലാവരും നന്നായിട്ട് കൃത്യമായി എഴുതിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് മാത്രം ഒന്നും എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് സങ്കടം വന്നു, ശരിക്കും സങ്കടം വന്നു. പെട്ടെന്ന് ഞാൻ അന്ന് എനിക്ക് എൻ്റെ കൊന്തയിലാണ് ഞാൻ ഉടമ്പടി കാശുരൂപം ഇട്ടിരുന്നത്. ആ ഉടമ്പടി കാശുരൂപത്തിൽ ഞാൻ മുറുകെ പിടിച്ചിരുന്ന് ഞാൻ കണ്ണടച്ചിരുന്ന് കരഞ്ഞു. പിന്നെ എനിക്ക് എന്താ സംഭവിച്ചെന്നറിയാം, ഞാനും കൃത്യമായിട്ട് എഴുതിക്കൊണ്ടിരുന്നു. എനിക്ക് കൃത്യമായി എന്താ എഴുതുന്നതെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. എല്ലാ ക്വസ്റ്റ്യനും ഉത്തരം ഞാൻ എഴുതി. അങ്ങനെ ആ എക്സാമിൽ ഞാൻ കൃത്യമായിട്ട് ഞാൻ പാസ്സാവുകയും ചെയ്തു. പിന്നെയുള്ള അടുത്ത 2 മൊഡ്യൂളും കൂടി ഉണ്ടായിരുന്നു എനിക്ക് കിട്ടാൻ. അടുത്ത മൊഡ്യൂൾ എല്ലാവരും, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും, ഞാൻ ഓരോ എക്സാമിനും എഴുതുമ്പോഴും ഉടമ്പടി തൈലവും ഉപ്പും ഇട്ട് കൃത്യമായി വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലവും ഉപ്പും ഇട്ടിട്ടാണ് പ്രാർത്ഥിച്ചിട്ടാണ് എക്സാം പേപ്പർ എക്സാമിനറിന് തിരിച്ചു കൊടുക്കുക. പിന്നെ അടുത്ത എക്സാമിൽ എല്ലാവരും, അതിൻ്റെ കൂട്ടത്തിൽ ഇവളും എക്സാം എഴുതുന്നുണ്ട്. ഇവൾക്ക് ഓൾറെഡി 3 മൊഡ്യൂൾ കിട്ടി, ഒരു ജോലിയിലെ സെലക്ഷനായി. പിന്നെ അടുത്ത എക്സാം ഒരു മൊഡ്യൂൾ കിട്ടാനാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൊൽക്കത്തയിൽ ഡേറ്റ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നോടും ചോദിച്ചു ഡേറ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് 2 പേര് കൊൽക്കത്തയ്ക്ക് പോയി എഴുതുക. എക്സാമിന് ഓൾറെഡി നല്ല ഫീസാണ്. അപ്പോൾ ഞാൻ ജെൻസിയോട് പറഞ്ഞു, നീ പോയി എഴുത്, നിനക്കൊരു മൊഡ്യൂളല്ലേ ഉള്ളൂ, ഇനി ഞാൻ എന്തായാലും ഇതിനകത്ത് ഞാനിത് സ്റ്റോപ്പ് ചെയ്യുക, ഞാനിതുമായിട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്, പിന്നെ ഞാനിതൊന്ന് പിൻവാങ്ങാം, നീ ഇനി പാസ്സാവുകയാണെങ്കിൽ പാസ്സായി നീ പോയി കഴിഞ്ഞ് ബാക്കി ഞാൻ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡേറ്റ് എടുക്കുന്നില്ല. പക്ഷേ എല്ലാവരും എന്നോട് നിർബന്ധിച്ചു, നീ 2 ഒരെണ്ണമെങ്കിലും എടുക്കുന്ന നിർബന്ധിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ എടുക്കത്തില്ല, ഞാൻ വരത്തില്ല, ഇവൾ പോയി എഴുതട്ടെ, ഇവൾക്ക് കിട്ടട്ടെ, എന്നിട്ട് നിൽക്കാൻ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇവൾ എന്നോട് പറഞ്ഞു, ചേട്ടാ ഒരെണ്ണമെങ്കിലും എടുക്കുക, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ് പോകുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ സമ്മതിച്ചില്ല. പക്ഷേ പെട്ടെന്ന് എനിക്ക് മനസ്സിൽ ആരോ സംസാരിക്കുന്ന പോലെ തോന്നുന്നു, നിനക്ക് ഓരോ എക്സാം എഴുതുമ്പോഴും ഓരോന്നിലല്ലേ നീ പാസ്സാകുന്നത്, നീ ഒരു കാര്യം ചെയ്യേ, നീ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് നീ പോയി എഴുതും എന്നുള്ളത് എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നതുപോലെ തോന്നി. ഓക്കെ, അങ്ങനെ ആയപ്പോൾ ഞാൻ ഏറ്റവും കിട്ടാൻ ഏറ്റവും പാടുള്ള റീഡിംഗ് ആണ്. ആ എക്സാമിന് അത് തന്നെ ഞാൻ ഡേറ്റ് എടുത്തു. ഞാനും എക്സാമിന് പോകുന്ന സമയത്ത് ട്രെയിനാണ് പോകുന്നത്. ഞങ്ങൾ ലേറ്റായി. അപ്പം ഞങ്ങൾക്ക് ഓൾറെഡി ട്രെയിൻ മിസ്സാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. ഞങ്ങൾക്ക് ഒരിക്കലും കോട്ടയത്ത് എത്താൻ പറ്റാതെ, ഞങ്ങൾ 7 മണിക്കത്തെ ട്രെയിൻ ഞങ്ങൾ 6:15 കോട്ടയത്ത് നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ബസ് കിട്ടിയിട്ടില്ല. അപ്പോഴും ഇവളാണെങ്കിൽ ബസ് സ്റ്റോപ്പിലിരുന്ന് കൊന്തയില്ല, വിശ്വാസപ്രമാണം ചൊല്ലി, അവൾ അവിടെ ഇരുന്ന് കൊന്തയില്ലാണ്. പിന്നെ ഞങ്ങളൊരു ബസ് വന്നു, ബസ്സിൽ പോകുന്ന വഴിക്ക് ട്രെയിൻ ഓൾറെഡി ലേറ്റാണെന്ന് മെസ്സേജ് കിട്ടി. എന്നാലും ഞങ്ങൾ 7:15 അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ ഒരിക്കലും വിശ്വസിച്ചില്ല. ഞങ്ങൾ 7:15 ചെന്നില്ല. 7:30 ആകുമ്പോഴാണ് ഞങ്ങൾ കോട്ടയത്ത് എത്തുമ്പോഴും അറിയുന്നത് ട്രെയിൻ അവിടെ കോട്ടയത്ത് വന്നിട്ടില്ല. അപ്പോൾ ആ ട്രെയിൻ എനിക്ക് കിട്ടി. ഞങ്ങൾ ഒരിക്കലും ആ എക്സാം എഴുതാനോ ഞങ്ങൾക്ക് കൊൽക്കത്തയ്ക്ക് പോകാൻ പറ്റുമോ എന്ന് ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വാസമില്ലായിരുന്നു. പക്ഷേ ഞാൻ ആ ട്രെയിനിൽ കയറിയപ്പോൾ ഞാൻ ആദ്യം ഇവളോട് പറഞ്ഞു, ഞാൻ ഈ എക്സാമിന് പാസ്സായിട്ട് ഞാൻ എഴുതുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഞാനിത് പാസ്സാവും. കാരണം ഞാൻ ഇതിനു മുമ്പും ഇത് സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ട്, ട്രെയിൻ ലേറ്റാക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ആ ട്രെയിൻ ലേറ്റാക്കിയതാണെന്ന് ഞങ്ങൾക്ക് വിശ്വസിച്ചു. ആ എക്സാമിൽ ഞാനത് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പാസ്സായി. റിസൾട്ട് വന്നപ്പോൾ ഞാൻ മാത്രം എല്ലാ ലേസന് പാസ്സായി, ബാക്കി എല്ലാവരും ലേസന് പാസ്സായില്ല. ബാക്കി മോഡ്യൂളിനൊക്കെ പാസ്സായി, ഞാൻ മാത്രം റീഡിങ്ങിന് പാസ്സായി. പിന്നീട് അടുത്ത എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഇൻ്റർവ്യൂ ആണ്. എനിക്ക് ഇവൾക്ക് ഓൾറെഡി ഒരു ഹോസ്പിറ്റൽ സെലക്ഷൻ ആയതുകൊണ്ട് ഞാൻ ഓൾറെഡി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഹോസ്പിറ്റലിലേക്ക് മാത്രം എനിക്ക് ഇൻ്റർവ്യൂ മതി, വേറെ ഇൻ്റർവ്യൂ എനിക്ക് ഇടണ്ടാണ്. അപ്പോൾ ഇവളുടെ ആ ഇൻ്റർവ്യൂ രണ്ടാമത് ഫെബ്രുവരി മാസത്തിലാണ് എനിക്ക് വന്നത്. ആ ഇൻ്റർവ്യൂ വന്നപ്പോൾ എൻ്റെ മെറിറ്റാണ്, എനിക്ക് കിട്ടുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഓൾറെഡി ഇൻ്റർവ്യൂ മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇൻ്റർവ്യൂവിൽ ഞാൻ കൃത്യമായി പെർഫോം ചെയ്തു. എല്ലാവരും ഇൻ്റർവ്യൂവിന് മുമ്പ് പറഞ്ഞായിരുന്നു, അവരെ ഇൻ്റർവ്യൂ എടുക്കുന്നവരോട് നിൻ്റെ വൈഫിനെ ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് പറയണമെന്ന് പറഞ്ഞു. പക്ഷേ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലിങ്ങനെ പറയുന്ന പോലെ തോന്നി, അമ്മയെ പറയുന്ന പോലെ തോന്നി, നീ ഉടമ്പടിയിലല്ലേ, ഉടമ്പടി എന്ന് പറഞ്ഞാൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അല്ലേ. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് ജോബ് മതി, എൻ്റെ ആഗ്രഹമല്ല.
അപ്പം ഞാനത് ഇൻ്റർവ്യൂ എടുത്ത ആളോട് ഞാൻ വൈഫിന് കിട്ടിയെന്ന് ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞില്ല. ഞാൻ ഇൻ്റർവ്യൂ എൻ്റെ കാര്യങ്ങൾ ചോദിച്ചതെല്ലാം കൃത്യമായി പെർഫോം ചെയ്തു. ആക്ച്വലി റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂവിൽ ഞാൻ സെലക്ട് ആയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ പ്രതീക്ഷിച്ച ഒരു കാര്യം എനിക്ക് കിട്ടില്ല. അപ്പം ഞാൻ അമ്മയോട് ഒത്തിരി സങ്കടം പറഞ്ഞു. അമ്മ എന്നെ ഉടമ്പടി എടുത്തില്ലേ, അമ്മ എന്നെ വിട്ട് കളഞ്ഞോ എന്ന് ഞാൻ ചോദിച്ച് സങ്കടപ്പെട്ടു. പക്ഷേ പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു, ഞാൻ അമ്മയോട് അതിനു മുമ്പ് ഞാൻ വേറെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥനയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ 4 മൊഡ്യൂളും പാസ്സായി കഴിഞ്ഞ് മാത്രമേ എനിക്ക് ഇൻ്റർവ്യൂ വരാവൂ എന്നുള്ളത്. അപ്പോൾ ഞാൻ 4ാമത്തെ മൊഡ്യൂൾ എഴുതി അതിൻ്റെ റിസൾട്ട് വരാതെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, എങ്ങനെയാണല്ലോ ഞാൻ ഇങ്ങനെ ഒരു പ്രാർത്ഥന ചെയ്തിട്ടുണ്ട്, അമ്മ ചിലപ്പോൾ അതായിരിക്കും കേട്ട്. എന്നാൽ അതുകൊണ്ട് ഞാൻ ഈ എക്സാമിൻ്റെ റിസൾട്ട് ഞാൻ ഉറപ്പായിട്ടും പാസ്സാവും ഞാൻ അവളോട് പറഞ്ഞു. ആ എക്സാമിൻ്റെ റിസൾട്ട് വന്ന് ഞാൻ ഉറപ്പായി റിസൾട്ടിന് പാസ്സായി. പിന്നെ അമ്മയോട് ഞാൻ എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്കിനി ജർമ്മനിക്ക് പോകണമെന്ന് ഓൾറെഡി ആഗ്രഹമില്ല. അമ്മയ്ക്കത് അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഇതിനു വേണ്ടി വന്നല്ല, എനിക്ക് ഇന്ത്യയിൽ നാട്ടിൽ തന്നെ നിന്ന് ജോലി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹത്തോടുകൂടി നാട്ടിൽ നിൽക്കണമെന്ന് ഓർത്ത് മാത്രം ജോലി കളഞ്ഞ് വന്നതാണ്. ഇവൾ കയറിപ്പോയി കഴിഞ്ഞ് പോകുമല്ലോ എന്നുള്ള രീതിയിൽ വന്നതാണ്. എനിക്ക് ജർമ്മനിക്ക് പോകേണ്ട ആഗ്രഹമില്ല. പക്ഷേ എനിക്ക് വേണ്ടത് എൻ്റെ വൈഫ് സാക്ഷ്യം പറയുന്നതിനൊപ്പം കയറി നിന്ന് എനിക്ക് അവളുടെ കൂടെ നിന്ന് സാക്ഷ്യം പറയണം. അതിന് വേണ്ടി മാത്രം ഉള്ള കൃപ എനിക്ക് തന്നാൽ മതി എന്ന് എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് ഉടനെ തന്നെ 2 മാസം കഴിഞ്ഞപ്പോൾ നോർക്കയിൽ നിന്നൊരു മെയിൽ വന്നു, നിനക്ക് സാർബ്രൂക്കനിലോട്ട് നിൻ്റെ CV സെലക്ട് ചെയ്തിട്ടുണ്ട്, അവർ നിന്നെ ഇൻ്റർവ്യൂ നടത്താൻ ആഗ്രഹിക്കുന്നത്, നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നീ 2 ദിവസത്തിനുള്ളിൽ ഇൻട്രസ്റ്റ് അയക്കണം, താല്പര്യമുണ്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ. അപ്പം ഞാൻ ഓൾറെഡി ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തു. ഹോസ്പിറ്റൽ തമ്മിൽ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഹോസ്പിറ്റലും എനിക്ക് വരുന്ന ഹോസ്പിറ്റലും തമ്മിൽ 450 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാവുള്ളൂ, ഞങ്ങൾ തമ്മിൽ വീണ്ടും അകന്ന് നിൽക്കുന്നു. അപ്പം ഞാൻ പിന്നെ അമ്മയോട് പ്രാർത്ഥിച്ചു. പക്ഷേ ഞാൻ ഈ മെയിൽ വരുമ്പോഴേ ഓൾറെഡി ഞാൻ വിശ്വസിച്ചിരുന്നു, ഇത് അമ്മ എനിക്ക് വേണ്ടി കൊണ്ടുവരുന്ന ഒരു ജോബാണ്, ഇത് അമ്മ എനിക്ക് വേണ്ടി കൊണ്ടുവരുന്നതാണ് ഓൾറെഡി ഞാൻ വിശ്വസിച്ചിരുന്നു. എങ്കിലും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ തന്നെ ഇത് എനിക്ക് കൊണ്ടുവരുന്നതാണെങ്കിൽ അമ്മ തന്നെ എന്നെ വെളിപ്പെടുത്തി തരണമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് 2 ദിവസത്തെ സമയമുള്ളൂ, ഇതിന് റിപ്ലൈ ചെയ്തില്ലെങ്കിൽ എനിക്കിത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വീട്ടിൽ വന്ന് ഞാൻ ഇവളോടും പറഞ്ഞു, എങ്ങനെയാണ് ഞാൻ അമ്മയോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവളുടെ കൂട്ടുകാരി ഓൾറെഡി ഇവിടെ കൂടെ പഠിച്ച അവൾ ജർമ്മനിയിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. അവളോട് ഇങ്ങനെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് ഒന്ന് അന്വേഷിച്ച് കാര്യം പറയാം. അപ്പോൾ അവളുടെ ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞപ്പോഴേ അവൾ പറഞ്ഞു, ഇത് എൻ്റെ ഹോസ്പിറ്റലാണ്, ഇതിനകത്തേക്ക് ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കണ്ട, ചുമ്മാ അറ്റൻഡ് ചെയ്യാതിരിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉറച്ച് വിശ്വസിച്ചു, അമ്മ എന്നെ സെലക്ട് ചെയ്യാൻ വീണ്ടും ഞാൻ ഉറച്ച് വിശ്വസിച്ചു. അപ്പം ഞാൻ ഇൻ്റർവ്യൂവിന് റെഡിയാണെന്ന് പറഞ്ഞൊരു തിരിച്ച് മെയിൽ അയച്ചു. പിന്നെ എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വന്നു. ജൂലൈ 16-ാം തീയതിയാണ് എനിക്ക് എൻ്റെ ഡേറ്റും വന്നു. ആ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വന്നെങ്കിലും ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ്. 2-3 ദിവസം മുമ്പെങ്കിലും നമുക്ക് ഇൻ്റർവ്യൂവിനുള്ള ലിങ്ക് അവർ അയച്ചു തരുന്നതാണ്. അതിനു മുമ്പ് ഒരു ഇൻ്റർവ്യൂ ഡേറ്റ് എനിക്ക് തന്നു കഴിഞ്ഞാൽ അതിന് ഒരാഴ്ച മുമ്പ് നോർക്കയിൽ നിന്ന് തന്നെ എനിക്ക് അവിടുത്തെ കോർഡിനേറ്റർ എനിക്ക് മെയിൽ അയക്കുകയാണ്, നിൻ്റെ വൈഫ് ഓൾറെഡി ജർമ്മനിയിൽ ഓൾറെഡി ഒരു ഹോസ്പിറ്റലിൽ കമ്മിറ്റഡ് ആണ്, അവിടെ ഓൾറെഡി സെലക്റ്റഡ് ആണെന്ന് അവിടെ ജർമ്മനിയിൽ നിന്ന് അവർക്ക് ഇൻഫർമേഷൻ കിട്ടി. അപ്പം നിനക്ക് ഇങ്ങോട്ട് ഈ ഹോസ്പിറ്റലിലേക്ക് പോയി, നിങ്ങൾ തമ്മിൽ ഇത്രയും ദൂരമുണ്ട്, നിങ്ങൾ തമ്മിൽ അങ്ങോട്ട് പോയാൽ നീ വൈഫിൻ്റെ അടുത്തേക്ക് പോകുമോ എന്നും പറഞ്ഞ് എനിക്ക് ഒരു മെയിൽ വന്നു. അപ്പം ഞാൻ ആ മെയിൽ വന്നപ്പോൾ ഞാൻ വീണ്ടും ശങ്കിച്ചു, ദൈവമേ എനിക്ക് ഇത്രയും അനുഗ്രഹം കൊണ്ട് തന്നിട്ട് ഇത് എനിക്ക് ഇൻ്റർവ്യൂ വരാതിരിക്കുമോ, ഇൻ്റർവ്യൂ എന്നെ അറ്റൻഡ് ചെയ്യിപ്പിക്കില്ലയോ എന്ന് ഞാൻ ഓർത്തു. എങ്കിലും ഞാൻ എനിക്ക് വിശ്വാസം അമ്മയല്ലേ എടുത്തിരിക്കുന്നത്, അമ്മ കൊണ്ടുവന്ന ആ ജോബ് എനിക്ക് അമ്മ കൊണ്ടുവരും എന്നുള്ളത് വന്നു. പക്ഷേ എനിക്ക് എന്നും 2 ദിവസം ഒരു തിങ്കളാഴ്ചയാണ് എനിക്ക് ഇൻ്റർവ്യൂ നടക്കുന്ന ദിവസം. ശനിയാഴ്ച ഞായറും നോർക്ക അവധിയാണ്. എനിക്ക് വെള്ളിയാഴ്ച വൈകുന്നേരം മെയിൽ കിട്ടിയാലേ എനിക്കത് അറ്റൻഡ് ചെയ്യാം. പക്ഷേ വെള്ളിയാഴ്ചയായിട്ടും എനിക്ക് മെയിൽ വന്നിട്ട് എനിക്ക് ശനിയാഴ്ചയാണ് പെട്ടെന്ന് എനിക്ക് മെയിലിൻ്റെ ലിങ്ക് വന്നു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഉള്ള ലിങ്ക് വന്നു. ഈ ഇൻ്റർവ്യൂവിൽ എനിക്ക് ഒന്നും പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുക, മറ്റുള്ളവരുടെ കാര്യങ്ങൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഇൻ്റർവ്യൂ ആണ്, എനിക്ക് പഠിക്കണം, എനിക്കൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല അമ്മേ, എനിക്കൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് പറയുന്നത്. എങ്കിലും എനിക്കൊരു വിശ്വാസം, അമ്മ കൊണ്ടുവരുന്ന കാര്യമില്ല, അമ്മ എന്ത് വേണേലും നടത്തി തരുമെന്ന് എനിക്കറിയാമോ, എനിക്കൊരു കുറച്ച് ഞാൻ വിശ്വസിച്ചിരുന്നു. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് എനിക്ക് ഇൻ്റർവ്യൂ ടൈം കിട്ടുന്നത് 2:30 തൊട്ട് 3:30 വരെയുള്ള ടൈമാണ്. ഇൻ്റർവ്യൂവിന് 1 മണിക്കൂർ മുമ്പ് നമ്മൾ ഇൻ്റർവ്യൂ ലിങ്കിൽ അവർ വെയിറ്റിംഗ് ലിസ്റ്റിൽ തന്ന ലിങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. കൃത്യം 2 മണിയായപ്പോൾ ഞാൻ 1:30 തൊട്ട് ഓൺലൈനിലുണ്ട്. പക്ഷേ 2 മണിയായപ്പോൾ പെട്ടെന്ന് എൻ്റെ നെറ്റെല്ലാം കട്ടായിപ്പോയി, ലിങ്ക് വരുന്നില്ല, ലിങ്കില്ല, എനിക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് എനിക്കൊരു ടെൻഷനായി, എനിക്ക് പറ്റുന്നില്ലല്ലോ, നെറ്റ് കിട്ടുന്നില്ല. അരമണിക്കൂറായിട്ടും എനിക്ക് നെറ്റ് വരുന്നില്ല. അന്ന് ജൂലൈ 16
തീയതി അന്നത്തെ ദിവസമാണ് ജിയോയുടെ ഓൾ ഇന്ത്യ ലെവലിൽ ഇൻ്റർനെറ്റ് കട്ടായിപ്പോയൊരു ദിവസമാണ്. പെട്ടെന്ന് ഞാനിങ്ങനെ, പക്ഷേ ഞാൻ ഓൾറെഡി പെട്ടെന്ന് 3 മണിയായപ്പോൾ പെട്ടെന്ന് എൻ്റെ മൊബൈലിൽ നെറ്റ് വരുന്നു. അപ്പോൾ ഓൾറെഡി എല്ലാം ഇൻ്റർവ്യൂ എടുക്കുന്നവരും പെട്ടെന്ന് ഞാൻ കാണുന്നവരെയാണ്. അപ്പോൾ പെട്ടെന്ന് ഇൻ്റർവ്യൂ, എൻ്റെ കൂടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടവരല്ല ആ ഇൻ്റർവ്യൂവിൽ വന്നതും പോലും. എനിക്ക് അങ്ങനെ എന്നിട്ട് അവർ ഇൻ്റർവ്യൂവിൽ അവർ എന്നോട് പറഞ്ഞു, ഇനി സെൽഫ് ഇൻട്രൊഡക്ഷൻ, ആദ്യം സെൽഫ് ഇൻട്രൊഡക്ഷനാണ്. സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങളുടെ സമയം പോയി, ഓൾറെഡി അരമണിക്കൂർ കട്ടായി, ഇനി അരമണിക്കൂറുള്ളൂ, ഞങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം, അതിന് ഉത്തരം പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ അവർ ഇൻ്റർവ്യൂ എടുത്തു. ഓൾറെഡി ഇൻ്റർവ്യൂവിൽ എന്നോട് ചോദിക്കുമ്പോൾ അവരാദ്യം എന്നോട് ചോദിച്ചത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് 16 കൊല്ലത്തെ കണ്ടിന്യൂസ് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ അവരെന്നോട് പറഞ്ഞു, നിനക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമേ എക്സ്പീരിയൻസ് ഉള്ളൂ, നിൻ്റെ ഈ എമർജൻസിയിൽ നിനക്ക് ഒരിക്കലും രജിസ്റ്റേർഡ് നേഴ്സാവാതെ B2 പാസ്സായി രജിസ്റ്റേർഡ് നേഴ്സാവാതെ ജർമ്മനിയിൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിനക്ക് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോയെന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് വേലും എക്സ്പീരിയൻസ് എനിക്ക് ജോലി ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ സ്റ്റാഫ് ക്രൈസിസിലും പേഷ്യൻറ്റ് കൂടുന്നതനുസരിച്ച് ഹോസ്പിറ്റലിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ മാറി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ലിറ്ററലി ഒന്നും കാണിക്കാൻ എൻ്റെ രേഖയില്ല, എനിക്ക് എമർജൻസിയിലെ എക്സ്പീരിയൻസ് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെന്ന് പറയുന്നത് അത് ബുദ്ധിമുട്ടാണ്, നിനക്ക് എപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞ് അവർ ഇൻ്റർവ്യൂ കഴിഞ്ഞു ഉടനെ തന്നെ എനിക്ക് പെട്ടെന്നൊരു കോൾ വന്നു. നോർക്കയിൽ നിന്ന് തന്നെ, നോർക്കയുടെ കോർഡിനേറ്റർ തന്നെ പെട്ടെന്ന് എനിക്ക് കോൾ വരികയാണ്. അവർ തന്നെ ഈ ക്വസ്റ്റ്യൻ തന്നെ, നിനക്ക് വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സ്പീരിയൻസ് ഇല്ലേ, ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? എല്ലാം പറഞ്ഞു എനിക്കില്ല, എനിക്ക് പേപ്പറിൽ എനിക്ക് തരാൻ പറ്റത്തില്ല, എനിക്ക് ഉണ്ടെങ്കിൽ എനിക്ക് വെർബലി പറയാനും പറ്റും, എനിക്ക് എവിടെ ഡ്യൂട്ടി ചെയ്താലും എനിക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ എനിക്ക് പേപ്പറിലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ ആ ഒരു കോൾ വന്നപ്പോൾ എനിക്ക് ഉറപ്പാണ്, ഈ ജോലി എനിക്ക് ഉറപ്പാണെന്ന് ഞാൻ വിശ്വസിച്ചു. അടുത്ത ദിവസമാണ് ഇൻ്റർവ്യൂവിൻ്റെ ലിസ്റ്റ് വരുന്നത്. ആ ഇൻ്റർവ്യൂ പാസ്സായതിൻ്റെ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടായിരുന്നു, എനിക്ക് ജോലി കിട്ടി. പിന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്താ, എനിക്ക് എൻ്റെ വൈഫിൻ്റെ കൂടെ ഒന്ന് ഇവിടെ സാക്ഷ്യം പറയണം, അതിനുള്ള അപ്പോൾ എനിക്ക് അതിൻ്റെ അടുത്ത മാസം തന്നെ, ജൂലൈ 16-ാം തീയതി തന്നെ, അടുത്ത മാസം വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ അവർ ഓൾറെഡി എല്ലാം പറയുന്നു. പക്ഷേ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്കൊരു സ്ലോട്ട് കിട്ടുന്നില്ലായിരുന്നു. പിന്നെ അവർ തന്നെ നോർക്കയിൽ നിന്ന് ഇടപെട്ട് അവർ തന്നെ എനിക്ക് ഇൻ്റർവ്യൂവിൽ അപ്പോയിൻമെൻറ്റ് എടുത്തു തന്നു. അത് കഴിഞ്ഞ് എനിക്ക് വിസ വന്ന ഡേറ്റ്, ഞാൻ ഉടമ്പടി എടുത്ത ആ ഡേറ്റിൽ തന്നെ എനിക്ക് വിസ വന്നു. സെപ്റ്റംബർ 17, 2025 എനിക്ക് വിസ വന്നു. എനിക്ക് എൻ്റെ ട്രാവലിംഗ് എന്നോട് പറഞ്ഞിരിക്കുന്നത് നവംബറിൽ, ആദ്യം അവർ പറഞ്ഞ് ഒക്ടോബറിലാണ്. ഞാൻ ഒക്ടോബറിലാകുമ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മയെ ഒക്ടോബർ 25-ാം തീയതി അഖണ്ഡ ജപമാലയാണ്, അതും കൂടെ കഴിഞ്ഞിട്ട് മാത്രമേ എനിക്ക് ടിക്കറ്റ് വരാതുള്ളൂ. കഴിഞ്ഞ ദിവസം അവിടെ നിന്നുള്ള വീഡിയോ കോൺഫറൻസിൽ അവർ പറഞ്ഞത് നവംബറിലായിരിക്കും ട്രാവലിംഗ് ഉണ്ടാകും, നവംബർ 7 ആയിരിക്കും ട്രാവലുണ്ട്. അമ്മയെ ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്ക് ഒരാൾ കൂടി നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് എനിക്ക് പത്രം ഇവിടുന്ന് എല്ലാ മാസവും ഞാൻ വന്ന് പത്രം മേടിച്ചു കൊണ്ടുപോവുകയും എല്ലായിടത്തും പത്രം, റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റോപ്പിലും പത്രം വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ എൻ്റെ ഇടവപ്പള്ളിയിൽ ഒരു കെട്ട് പത്രം ഞാൻ എന്തായാലും കൊടുക്കുമായിരുന്നു. കിട്ടുന്ന അന്നേരം തന്നെ ആദ്യം പോയി എല്ലാവർക്കും തന്നെ. പക്ഷേ എല്ലാവരും ചോദിച്ചു, നിങ്ങളുടെ കാര്യം എന്തായത്? ഞാൻ പറഞ്ഞ അമ്മയ്ക്കൊരു സമയമുണ്ട്, ആ സമയമാകുമ്പോൾ എല്ലാം ചെയ്ത് നടത്തിക്കോളും എന്നാണ് എല്ലാവരും മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്, ഞാൻ സാമ്പത്തികമായി ഇപ്പോൾ ഞെരുക്കത്തിലായതുകൊണ്ട് ആരും എന്നോട് സഹായം ആവശ്യമില്ല, ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ ചെയ്യുമായിരുന്നു. ഞാൻ കൽക്കട്ടയിൽ എക്സാമിന് പോയപ്പോൾ ഞാൻ ഇവിടുന്ന് എല്ലാ ലാംഗ്വേജും, ബംഗാളി, ഇംഗ്ലീഷ്, ഹിന്ദി എല്ലാ ലാംഗ്വേജുള്ള പത്രവും മേടിച്ചു തന്നു. പോകുന്ന വഴിക്ക് ട്രെയിനിലെല്ലാം ഞാൻ പത്രം കൊടുത്തിരുന്നു. പിന്നെ അവിടെ എൻ്റെ വൈഫിൻ്റെ അമ്മയുടെ അനിയത്തി അവിടുത്തെ സ്കൂളിലാണ്, മഠത്തിലെ സിസ്റ്ററാണ്, ആ സ്കൂളിലാണ്, അവിടെ മഠത്തിലൊരു സ്കൂളുണ്ട്, അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളവിടെ പോയപ്പോൾ ഞങ്ങൾ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അന്നത്തെ എക്സാം എനിക്ക് ഉച്ചയ്ക്കായിരുന്നു എക്സാം. രാവിലെ ഞാൻ സ്കൂളിൽ ആ പത്രവുമായി, ബംഗാളി പത്രവുമായിട്ട് ഞാൻ സ്കൂളിൻ്റെ വാതിൽക്കൽ നിന്ന് ആ സ്കൂളിലെ പിള്ളേരെ കൊണ്ടുപോയിരുന്ന മാതാപിതാക്കൾക്ക് എല്ലാവർക്കും ഞാൻ ഈ പത്രം കൊടുക്കുമായിരുന്നു. ആ പത്രം കൊടുത്തിട്ടാണ് ഞാൻ എക്സാമിന് പോയത്. പരിശുദ്ധ അമ്മ മാതാവ് ഈ ഉടമ്പടിയിലൂടെ എനിക്ക് വന്ന എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും ഓർത്തുകൊണ്ട് അമ്മയ്ക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇനി മുൻപോട്ടുള്ള എൻ്റെ ഈ ജീവിതകാലം മുഴുവൻ ഈ ഉടമ്പടിയിൽ നിലനിൽക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിന് അമ്മ എനിക്ക് അനുഗ്രഹം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അമ്മയ്ക്കുടെ കൃപാദങ്ങൾ സമർപ്പിക്കുന്നു.